വിജയുടെ റെഫറൻസുകൾ എടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാനായിരുന്നു. ഞാൻ വിജയുടെ CD ഒക്കെ മറ്റേ വീട്ടിലിട്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ തിയേറ്ററിലല്ല കൂടുതലും മറ്റേ തമിഴ് ചാനൽ സൺ TV-യിലൊക്കെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്, പാട്ട് കണ്ടിട്ടുണ്ട്. വിജയ്ക്ക് പിന്നെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഇനി എനിക്ക് ഒരിക്കലും മാത്യുവിലേക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി വേറൊരു സിനിമാക്കാരന് അത് പറ്റില്ല. വിജയുടെ റെഫറൻസുകൾ എടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാനായിരുന്നു. ഞാൻ വിജയുടെ CD ഒക്കെ മറ്റേ വീട്ടിലിട്ട് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ തിയേറ്ററിലല്ല കൂടുതലും മറ്റേ തമിഴ് ചാനൽ സൺ TV-യിലൊക്കെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്, പാട്ട് കണ്ടിട്ടുണ്ട്. വിജയ്ക്ക് പിന്നെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. നമ്മൾ പല ആളുകളുടെ ഫാഷൻ സെൻസ് നോക്കാറുണ്ട്. വിജയുടെ പാൻറ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബൂട്ട് പാൻ്റായിരിക്കും. ഒരു കാലഘട്ടം കഴിഞ്ഞു മറ്റേ വേറെ ഫാഷൻ വന്നു, എന്നാൽ പോലും വിജയ് സ്റ്റൈലിനൊരു ബൂട്ട് കട്ട് അത് കുറേ കാലം കഴിഞ്ഞിട്ട് മാറണം. പിന്നെ ഉള്ളിലൊരു ടീഷർട്ട് ഇട്ടുണ്ടാവും, ഇപ്പോൾ ഷർട്ട് ഓപ്പൺ ചെയ്തിടും. ഇതെല്ലാ പടങ്ങളിലും ഒരു റിപ്പീറ്റഡ് ഫാഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സമയത്തോളം ഇപ്പം നമ്മൾ റെഫറൻസ് എടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് റിപ്പീറ്റഡ് ഫാഷൻ. അപ്പോൾ അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു വിജയ് ആരാധകനായിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ തൃശ്ശയുടെ കുറേ റെഫറൻസ് ഉണ്ട്. ധാവണി എടുത്ത തമിഴ്നാട് കുറേ നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ശരത് സഭയുടെ ക്യാരക്ടറുണ്ട്. ശരത് സഭയുടെ ക്യാരക്ടറിന് ഞങ്ങൾ ഇപ്പോൾ ഞാനൊരു കൗബോയ് പാറ്റേൺ പിൻട്രസ്റ്റിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് എൻ്റെ നാട്ടിൻ പുറത്ത് കൊണ്ടുപോയി കൗബോയിയുടെ പാറ്റേൺ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അതേപോലെ വരില്ല. കാരണം ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സാധനം കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട്സിലാണ് നമ്മൾ ശരത് സഭയുടെ റെഫറൻസിൽ കൗബോയ് പാറ്റേൺ എടുത്തിട്ട് ഒരു നാട്ടിലെ ഒന്നും അറിയില്ലാത്തൊരു തയ്യൽക്കാരൻ ചേട്ടൻ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള തോട്ട്സിലാണ്. അപ്പോൾ വെറുതെ അങ്ങനെ ഒരു അതാണ് അങ്ങനത്തെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുക. നമ്മളൊരു ഇൻ്റർനാഷണൽ പാറ്റേൺ എടുത്ത് നമ്മൾ സാധാരണ ഒരാളെ കൊണ്ട് തയ്പ്പിക്കുമ്പോൾ വേരിയേഷൻസ് അതാ നാട്ടുമ്പുറത്ത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റോഷൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, റോഷനാണെങ്കിലും പണ്ട് അമീർ ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയും പടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കാഷ്വൽ വെയറുകൾ എന്നൊക്കെ പറഞ്ഞിച്ചും കൂടിയും ഈ പ്രിന്റഡ്. അപ്പോൾ ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ അമ്മയുടെ സാരി വെട്ടിയിട്ടാണ് തയ്ക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ റോഷൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും റോഷന് മെറ്റീരിയൽ എടുത്ത് പോയി ചെയ്യാൻ പറ്റില്ല. നെല്ലിക്കാൻ പോലും ചെറിയ ഗ്രാമത്തിലാണ്. അപ്പോൾ റോഷൻ ഡെഫിനറ്റ്ലി അമ്മയുടെ മറ്റേ അപ്പം ഞാൻ ആ ഷർട്ടുകളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കർട്ടൻ്റെ തുണികൾ വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഷിഫോൺ സാരി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ക്യാരക്ടറുകൾക്ക് നമ്മൾ കോസ്റ്റ്യൂം ഡീറ്റെയിൽ കൊടുക്കുക. അപ്പോൾ നെല്ലിക്കാൻ പോയി എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ കഥ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ടുണ്ട് മീനാക്ഷിയുടെയും മാത്യുവിൻ്റെയും വിജയുടെ പഴയ പടത്തിലെ ഡാൻസേഴ്സിനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രമോ സോങ് പോലെ ചെയ്തത്, പക്ഷെ അത് ഔട്ട് ചെയ്തില്ല. ബട്ട് അതും ഫണ്ണായിരുന്നു ഞങ്ങൾക്ക്. ഇനി എനിക്ക് ഒരിക്കലും മാത്യുവിലേക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി വേറൊരു സിനിമാക്കാരന് അത് പറ്റില്ല. കാരണം ഇങ്ങനൊരു കഥാപാത്രം വരണം, അല്ലെങ്കിൽ ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആവും. ഇപ്പം നമ്മളൊരു ബേസ് ഉണ്ടാക്കി വെച്ചാൽ ഒരിക്കലും മാത്യു ആയാലും അങ്ങനത്തെ ക്യാരക്ടറുകൾ അങ്ങനെ ഇങ്ങനെ വേണം എന്നൊന്നും പറഞ്ഞ് വയ്ക്കില്ല. അപ്പം കംപ്ലീറ്റ് ഫ്രീഡം ആണത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല.